ഹായ് കൂട്ടുകാരെ, ബ്ലാക്ക് മാഗ്നറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് KSEBിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം KSEBിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ അല്ലേ, KSEBിൻ്റെ ട്രാൻസ്ഫോമറിന് വരുന്നതിൻ്റെ നേരെ അടിയിൽ കുറേ ഫ്യൂസുകൾ ഉണ്ടാവും. ആ ഫ്യൂസൊക്കെ ഒരു ബോക്സ് ടൈപ്പിലേക്ക് ആക്കുന്നതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് എന്താണെന്നുള്ള സംഭവം മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് ആൾക്കാർ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ നിൽക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്കൊക്കെ കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ അടിയിൽ കുറേ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഫ്യൂസ് കാര്യങ്ങളൊക്കെ അത്ര സേഫ്റ്റി ഉള്ളതല്ല. അപ്പോൾ ഇതിന് കുറച്ചുകൂടി സേഫ്റ്റി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറിയത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബോക്സിൻ്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഒരു ഷീറ്റിൽ നിന്നാണ് ഈ ഒരു ബോക്സ് ഇങ്ങനെയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു സംഭവം എന്നുള്ളത് കാണാം. അപ്പോൾ ഷീറ്റ് വണ്ടിയിൽ നിന്ന് ഇറക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആ ഇറക്കിയ ഷീറ്റ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആവശ്യാനുസരത്തിനുള്ള ഡയമെൻഷനിൽ അത് വരയ്ക്കും. അതായത് ആ ബോക്സിൻ്റെ ഷേപ്പിൽ ഈ ഷീറ്റിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വരച്ചെടുത്തതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടികൾ നടക്കുക. ഇങ്ങനെ കൃത്യമായ അളവിൽ വളച്ചെടുത്ത സാധനം നമ്മൾ കട്ട് ചെയ്യുകയാണ് അടുത്തതായി ചെയ്യുന്നത്. അതിന് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക. വലിയ കട്ടിംഗ് മെഷീനിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ചെറിയ ഈ ഷിയറിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് ബെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് ബെൻഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ടിങ്ങും ബെൻഡിങ്ങും കഴിഞ്ഞ ഷീറ്റ് നേരെ വെൽഡർ അടുത്തേക്കാണ് എത്തുക. വെൽഡർ അത് വെൽഡ് ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പിൽ അത് വെൽഡ് ചെയ്ത് സെറ്റാക്കും. ഇങ്ങനെ ഒരു സൈഡിൽ നിന്നും വെൽഡിങ് നടക്കുന്ന സമയത്ത് മറ്റൊരു സെക്ഷനിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള ബസ് ബാറും കാര്യങ്ങളും ബെൻഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ബോക്സ് വെൽഡ് ചെയ്ത് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. തുരുമ്പൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ക്ലീൻ ചെയ്ത ബോക്സ് നേരെ എത്തുന്നത് പൗഡർ കോട്ടിംഗ് സെക്ഷനിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇതിന് പൗഡർ കോട്ട് ചെയ്യുന്നത്. പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റ് ചെയ്തിട്ട് ഉരുക്കിയിട്ടാണ് ഈ ബോക്സിന് മുകളിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് ഈ ബർണർ, ഈ കാണുന്ന സാധനത്തിനാണ് ബർണർ എന്ന് പറയുക, ഹീറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് ബർണർ എന്ന് പറയുക. ഈ ബർണറിനുള്ളിൽ തീ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ച ബോക്സ് ഈ ബർണറിൻ്റെ അകത്തേക്ക് കയറ്റണം. അങ്ങനെ കയറ്റിയ ബോക്സ് 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഡോറ് തുറന്ന് ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോക്സ് പെയിൻറ്റ് ചെയ്ത് കിട്ടും. പെയിൻറ്റ് ചെയ്ത ബോക്സിന് ഇപ്പം നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമ്മൾ വെയിറ്റിങ്ങിൽ നിൽക്കണം. ആ സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ബസ് ബാറിനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSEBിൻ്റെ കണക്ഷൻ വരുന്ന മെയിൻ ബസ് ബാറാണ് ഈ ബെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അലൂമിനിയത്തിലാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനം ഹീറ്റൊക്കെ തണഞ്ഞ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എടുത്തിട്ട് വേണം ബോർഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഫ്യൂസൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ബോർഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്കുള്ള ബസ് ബാർ കണക്ട് ചെയ്യണം. അപ്പോൾ ഫിറ്റിങ്സിനുള്ള സാധനം നമ്മൾ തുളയ്ക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ തുളച്ചതിന് ശേഷം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കോഡിങ് ചെയ്യണം. അതായത് R/B എന്ന കളർ കോഡാണ് ചെയ്യുന്നത്. ന്യൂട്രൽ, റെഡ്, യെല്ലോ, ബ്ലൂ എന്നുള്ള കളർ കോഡ് നമ്മൾ ഈ ചെയ്തെടുത്ത അലൂമിനിയത്തിൻ്റെ അകത്ത് നമ്മൾ സെറ്റാക്കും. അങ്ങനെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഈ കാണുന്നതാണ് ജമ്പർ കണക്റ്റിങ്. അപ്പോൾ നല്ലപോലെ കണക്ട് ചെയ്ത് സെറ്റാക്കലാണ് ഇവിടെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ സാധനം നല്ലപോലെ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം അത്രയും സേഫ്റ്റി ആയിരിക്കും. ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഇത് പോയി ടച്ച് ചെയ്താൽ പോലും ഷോക്ക് അടിക്കില്ല, എന്ന് വെച്ച് ടച്ച് ചെയ്യാൻ പോകരുത്. അപ്പം ഫൈനൽ ലുക്കിലേക്ക് നമ്മളെ ബോർഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് ഉണ്ടാവുക. ഇനി ഇത് നേരെ നമ്മൾ KSEBയിലേക്ക് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യണേ.